ഡോക്ടർ, ഇപ്പോൾ ഈ അടുത്തുണ്ടാകുന്ന ഈ പേവിഷബാധയേക്കൽ അത് ആശങ്കപ്പെടുത്തുന്ന ഒന്നായി മാറുന്നുണ്ട്. ഈ കണക്കുകൾ തുടക്കത്തിൽ സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ ഈ പേവിഷബാധ ഏൽക്കുന്ന മുഴുവൻ ആളുകളും മരിക്കുന്ന ഒരു സാഹചര്യം അതുണ്ടാകുന്നത്, അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ ഡോക്ടർ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ഡോക്ടർ ജനേസ് മുണ്ടോടൻ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് 2016 മുതൽ 2020 വരെയൊക്കെ എടുക്കുമ്പോൾ ഏകദേശം ഒരു വർഷം 5-8 മരണങ്ങൾ സംഭവിച്ചത് 2021 മുതൽ ഓരോ വർഷം മരണത്തിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. പേവിഷബാധ ഏറ്റിട്ടുള്ള ആൾക്കാർ, അതായത് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരുവിധം എല്ലാവരും മരണപ്പെടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ചോദ്യം നമുക്ക് ഇവിടെ ഇത് രോഗം പ്രതിരോധിക്കാനുള്ള മാർഗത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിപ്പോൾ എന്തുകൊണ്ട് ഇത് മരണങ്ങൾ കൂടി വരുന്നു എന്നുള്ള സംശയം വരുമ്പോൾ നമുക്ക് പല രീതിയിലും ആലോചിക്കാം. ഒന്ന് വരുന്നത് വാക്സിൻ്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കോൾഡ് ചെയിൻ മെയിൻ്റനൻസിലോ അല്ലെങ്കിൽ അത് വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന രൂപത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ടീം വന്നിട്ട് അവരും നടത്തിയ പഠനത്തിൽ അവർ കണ്ടിട്ടുള്ളത് ഈ ഒരു കാര്യത്തിൽ പ്രശ്നം ഇല്ല എന്ന് തന്നെയാണ്. പിന്നെ വരാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഓരോ വർഷവും തെരുവുനായ കടി കിട്ടി വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ കടികളുടെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ പ്രൊപ്പോർഷണലായിട്ട് മരണത്തിൻ്റെ എണ്ണം കൂടാനുള്ള സാധ്യത നമ്മൾ എന്തായാലും മുന്നിൽ കാണണം. അതായിരിക്കാം കാരണം. അത് തന്നെ വേണം നമ്മൾ കാരണമായിട്ട് കാണാൻ. ഇപ്പോൾ ഈ നമ്മുടെ മുൻപിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ മാസം ഇതുവരെ 2 മരണം, കഴിഞ്ഞ 5 മാസത്തിനിടെയാണെങ്കിൽ അത് 19 ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ. അതിനിടയിൽ ഒരു സംശയമുള്ളത്, അടുത്തിടെ ഉണ്ടായ 3 മരണം അത് പേവിഷബാധ ഏറ്റതാണോ ഈ മരണം എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ പേവിഷബാധ ഏൽക്കുന്ന ആളുകൾ മുഴുവൻ മരിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. അപ്പോൾ നേരത്തെ ഒരു സംശയം വരുന്ന നമ്മുടെ വാക്സിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള തരത്തിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങളൊക്കെ നടന്നതാണ്. ആ വിദഗ്ധ സമിതി അത് പരിശോധിച്ചതാണ്. പക്ഷേ വാക്സിൻ്റെ പ്രശ്നമല്ല എന്ന് കണ്ടെത്തി. നേരിട്ട് ഈ കടിയേൽക്കുന്ന സാഹചര്യം, അതായത് ഇപ്പോൾ ഈ തലച്ചോറിലേക്ക് വൈറസുകൾ വളരെ പെട്ടെന്ന് എത്തുന്ന ഒരു സാഹചര്യം, അതാണല്ലോ ഈ സ്ഥിതി ഗുരുതരമാക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും എന്നടക്കം അന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ വാക്സിൻ്റെ കാര്യത്തിലല്ല പ്രശ്നം, മറിച്ച് ഈ മറ്റു കാര്യങ്ങളിലാണ് പ്രശ്നം നിലനിൽക്കുന്നത്, ഡോക്ടർ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് വിദഗ്ധ സമിതികളൊക്കെ നിയോഗിക്കപ്പെട്ടതാണ്. പക്ഷെ അതൊക്കെ ഫലപ്രദമാകാതെ പോകുന്നതിന് കാരണമായി ഡോക്ടർ കാണുന്നത് എന്താണ്? പ്രധാനപ്പെട്ട ഒരു കാരണം, നമുക്ക് മരണം സംഭവിക്കുന്ന കേസസ്, ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ മരണം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നല്ലൊരു ശതമാനം ആൾക്കാരും ഒന്നെങ്കിൽ അവർ ഇത് കടി കിട്ടിയ ഉടനെ മുറിവിന് ചുറ്റും എടുക്കേണ്ട കുത്തിവയ്പ്പുണ്ട്, അതെടുക്കുന്നതിൽ വരുന്നൊരു ഡിലേ ഉണ്ടാവാം. അല്ലെങ്കിൽ വാക്സിൻ മുറിവിന് ചുറ്റുമുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുത്തു, പക്ഷേ വാക്സിനേഷൻ ഫസ്റ്റ് ഡോസ് എടുത്തെങ്കിലും ബാക്കി ഡോസ് എടുക്കുന്നതിൽ എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാക്കി ഡോസ് മിസ്സായിട്ടുണ്ടാവും. ഇങ്ങനത്തെ സാഹചര്യം പല കേസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന മരണത്തിൽ തന്നെ ഒരു ചെറിയ പട്ടിക്കുട്ടിയാണല്ലോ മാന്തിയത്, അതുകൊണ്ട് വാക്സിൻ എടുക്കാതെ പോയിട്ട് മരണമടഞ്ഞൊരു കേസും നമ്മളിപ്പോൾ 2 ദിവസം മുന്നേ കണ്ടതാണ്. പ്രധാനമായിട്ടും ഇങ്ങനെയാണ് കാണുന്നത്. ഇത് കൂടാതെ ഡയറക്റ്റായിട്ട് തലയിലോ മുഖത്തോ അല്ലെങ്കിൽ ചെവി ആ ഭാഗത്തൊക്കെ ആയിട്ടോ അവിടെ എങ്ങാനുമാണ് കടി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ വൈറസ് നേരിട്ട് വന്ന് നമ്മുടെ നെർവ് സെൽസിലോട്ട് ഡയറക്റ്റ് അറ്റാച്ച് ആവാനും അതാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതുവഴി നമ്മൾ വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും രക്ഷപ്പെടുത്താനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇത് കൂടാതെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, അതായത് മുറിവ് കഴിവതും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല ആഴത്തിലുള്ള മുറിയാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് മുഖത്തോ കണ്ണിന് ചുറ്റുമൊക്കെ ഉള്ള മുറിയാണെങ്കിൽ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകാൻ മിക്കപ്പോഴും അത് മുഴുവനായിട്ട് ചെയ്തു എന്ന് വരില്ല. ഇതും ഒരു കാരണമാവാം നമുക്ക് ഈ വൈറസിനെ നേരത്തെ നശിപ്പിച്ച് കളയാൻ പറ്റാത്ത സാഹചര്യം എത്തുന്നതിനൊരു കാരണം ഇതുമാവാം.